വളരെ രൂക്ഷമായ ആരോപണം വരുമ്പോൾ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് അതിൽ ഒരു വളരെ സുതാര്യതയോടുകൂടിയുള്ള ഒരു ഉത്തരം വരേണ്ടത്. കമ്മീഷൻ പറയുന്നത് 2024 ഡിസംബറിൽ തന്നെ ഇതിൻ്റെ വിവരങ്ങൾ നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ കർണാടകയിലെ വോട്ടർമാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടായിരിക്കുന്ന ഒരു വളർച്ച, അത് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5.2 കോടിയാണെങ്കിൽ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ 5.37 കോടി. അപ്പോൾ ഒരു സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു വർധനയെന്നേ കണക്കാക്കാൻ കഴിയും. പക്ഷേ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്ന ഈ 5 വർഷത്തെ 31 ലക്ഷവും 4 മാസം കൊണ്ട് 41 ലക്ഷമായി ഉയർന്നു വന്നത്, അതാണ് രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന കണക്ക്. അതിനെ എങ്ങനെയാണ് കൃത്യമായി ഒരു മറുപടി? ഇപ്പോൾ ജെ പി നഡ്ഡയുടെയൊക്കെ അക്കമിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകൾ നിരന്തരം തോൽക്കുന്ന ആളുടെ ജൽപ്പനങ്ങൾ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളെ ജെ പി നഡ്ഡ പറയുന്നത്. ഞാൻ ഈ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയമായ മറുപടി ഒന്നും പറയുന്നില്ല. വെറും വസ്തുതകൾ കൊണ്ട് മാത്രമാണ് മറുപടി പറയുന്നത്. ഞാൻ എന്റെ പാർട്ടിയെയോ അല്ലെങ്കിൽ എന്റെ ആദർശത്തെയോ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നുമില്ല. ഞാനിവിടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള വസ്തുതകൾ മാത്രം വെച്ച് ഞാൻ സംസാരിക്കാം. ഈ ചർച്ചയുടെ ആദ്യ ഭാഗം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് രാഹുൽ ഗാന്ധി വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം മഹാരാഷ്ട്ര ഇലക്ഷനെ സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇതുവരെയായിട്ടും ആ കാര്യത്തിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ കാര്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്ന മട്ടിലാണ്. എന്നാൽ നമ്മൾ ബോധപൂർവ്വം വിസ്മരിക്കുന്ന ഒരു സംഗതി, ഈ കാര്യങ്ങൾക്ക് 3 തവണ ഇതിനോടകം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിശദീകരണം നൽകി കഴിഞ്ഞു. ഈ വിശദീകരണങ്ങളൊന്നും കേൾക്കാത്ത മട്ടിൽ തന്റെ ആരോപണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. 2024 നവംബർ 20 മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടക്കുന്നത്. 2024 നവംബർ 23 വോട്ടുകൾ കൗണ്ട് ചെയ്യുന്നു. വോട്ടുകൾ കൗണ്ട് ചെയ്തപ്പോൾ BJP കൂടി അംഗമായിട്ടുള്ള മഹായുതി സഖ്യമാണ് ഭരണത്തിൽ വരുന്നത്. BJP ഒറ്റയ്ക്കല്ല. BJP അവിടെ 149 സീറ്റിലാണ് മത്സരിക്കുന്നത്. 132 സീറ്റിൽ 132 സീറ്റിൽ BJP ജയിക്കുന്നു. അതേപോലെ തന്നെ 81 സീറ്റിൽ ശിവസേന ഷിൻഡെ വിഭാഗമുണ്ട്, അവര് 57 സീറ്റിൽ ജയിച്ചു. NCP അജിത് പവാർ പക്ഷം 59 സീറ്റിൽ മത്സരിച്ചു, അവർ 41 സീറ്റിൽ ജയിച്ചു. ഇങ്ങനെ ആകെ മത്സരിച്ച് 286 സീറ്റിൽ 235 സീറ്റിൽ മഹായുതി സഖ്യം ജയിച്ചു. അതേസമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 101 സീറ്റിൽ മത്സരിച്ചു, 16 സീറ്റിൽ മാത്രമാണ് ജയിച്ചത്. അതേപോലെ തന്നെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം 95 സീറ്റിൽ മത്സരിച്ചു, അവർ 20 സീറ്റിൽ മാത്രമാണ് ജയിച്ചത്. NCPയുടെ ശരത് പവാർ പക്ഷം 86 സീറ്റിൽ മത്സരിച്ചു, 10 സീറ്റിൽ മാത്രമാണ് ജയിച്ചത്. അങ്ങനെ 288 സീറ്റിൽ മത്സരിച്ചപ്പോൾ കേവലം 50 സീറ്റുകളിൽ മാത്രമാണ് ഈ പറയുന്ന മഹാവികാസ് അഘാഡ എന്ന് പറയുന്ന NDA സഖ്യത്തിന് സീറ്റുകൾ നേടാൻ സാധിച്ചു. അതേസമയം BJP കൂടി അംഗമായിട്ടുള്ള മഹായുതി സഖ്യമാവട്ടെ 288 സീറ്റുകളിൽ 235 സീറ്റുകളും പിടിച്ചെടുത്തുകൊണ്ട് സംസ്ഥാനത്തിൽ ഭരണത്തിലേറി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ തുടർന്നിട്ടാണ് കോൺഗ്രസിന്റെ ആരോപണം വരുന്നത്. അവിടെ ആലോചിക്കേണ്ട കാര്യം, നവംബർ 20 ഇലക്ഷൻ കഴിഞ്ഞു. നവംബർ 23 റിസൾട്ട് വരുന്നത് വരെ കോൺഗ്രസ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക നിർമ്മാണത്തിലോ വോട്ടർമാരെ ചേർത്തതിലോ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചതിലോ എന്തെങ്കിലും പിശക് ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ചിട്ടേ ഇല്ല. 23 റിസൾട്ട് വന്നതിന് ശേഷം തങ്ങൾ വളരെ ദയനീയമായി പരാജയപ്പെടുകയും BJP ഉൾപ്പെട്ടുള്ള മഹായുതി സഖ്യം വിജയിക്കുകയും ചെയ്തു എന്ന് വന്നപ്പോഴാണ് ഡിസംബർ 2024 കോൺഗ്രസ് ആദ്യമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. ഡിസംബർ 2024 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രേഖാമൂലം കൊടുത്ത മറുപടിയിലൂടെ പോയിന്റ് ബൈ പോയിന്റ് റിബട്ടലായിട്ട് 5 പോയിന്റുകളിൽ കോൺഗ്രസ് ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു മറുപടി കൊടുത്തു. അതിനുശേഷം 2025 ഫെബ്രുവരി 5 ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആ തെരഞ്ഞെടുപ്പ് റിഗ്ഡ് ആണ്, അവിടെ മാച്ച് ഫിക്സിംഗ് നടന്നിട്ടുണ്ട് എന്ന മട്ടിൽ ആരോപണം ഉന്നയിച്ചു. അത് ഭരണപക്ഷത്തെ അംഗങ്ങളെല്ലാം അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉന്നയിച്ചു. ഈ ഘട്ടത്തിൽ വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മുന്നോട്ട് വരികയും അവിടെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഇന്ത്യയിലുള്ള എല്ലാ പത്രങ്ങളിലും, ഇന്ത്യൻ എക്സ്പ്രസിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മാതൃഭൂമി ഉൾപ്പെടെയുള്ള മലയാള പത്രങ്ങളിൽ വരെ രാഹുൽ ഗാന്ധിയുടെ ഈ ലേഖനം കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു ലേഖനം തയ്യാറാക്കി അത് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും ഒരു ദിവസം പ്രസിദ്ധീകരിപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ പിന്നെ താല്പര്യം? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുക, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയിലുള്ള, ഈ ജനാധിപത്യ പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വളരെ ബോധപൂർവമായിട്ടുള്ള സോറോസ് ഡ്രിവൺ അജണ്ട എന്നൊക്കെ പറയാവുന്ന ഒരു നിലയ്ക്കാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതിൽ ഓരോ പോയിന്റിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റുകളൊന്നും ഉന്നയിക്കാൻ അങ്ങനെ സമ്മതിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഒന്ന്, രാഹുൽ ഗാന്ധി പറയുന്നത് 5 സ്റ്റേജ് റിഗ്ഗിംഗ് നടന്നു, 5 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു. എന്താണ്? ഒന്ന്, ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ട് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തി. അതോടുകൂടി ഭരണപക്ഷത്തെ 2 അംഗങ്ങളും പ്രതിപക്ഷത്തെ 1 അംഗവുമായി ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഏകാധിപത്യം വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്താണ്? ഫേക്ക് വോട്ടർമാരെ റോളിൽ ചേർത്തു. മൂന്നാമത്തെ എന്താണ്?
ഇൻഫൈനൈറ്റ് വോട്ടർ ടേൺ ഔട്ട് ഉണ്ടാക്കി. വോട്ടർ ടേൺ ഔട്ടിനെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് പെരുപ്പിച്ച് കാണിച്ചു. നാലാമത്തത് ടാർഗറ്റ് ബോഗസ് വോട്ടിംഗ് എക്സാക്ട്ലി വർ BJP വാണ്ട്സ് ടു വിൻ. BJPക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ മാത്രം ബോഗസ് വോട്ടർ ടേൺ ഔട്ട് ഉണ്ടാക്കി. അഞ്ചാമത്തത് ഹൈഡ് ദ എവിഡൻസ്, തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഓരോന്നിനും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോ മറ്റേ ഫേക്ക് വോട്ടർ എന്ന് പറയുന്നത്, അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 5 മാസത്തിൽ 41 ലക്ഷം വോട്ടർമാർ കൂടി എന്ന് പറയുന്നത്. ഇൻഫ്ലേറ്റഡ് വോട്ടർ ടേൺ ഔട്ടിന് വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത്. അവസാനത്തെ 1 മണിക്കൂറിൽ 7.13% പോളിംഗ് നടന്നു. 76 ലക്ഷം വോട്ടുകൾ ഏതാണ്ട് അവസാനത്തെ 2 മണിക്കൂറിൽ മാത്രം പോൾ ചെയ്തു. ഇത്രയും വോട്ടുകൾ ഒരിക്കലും 2 മണിക്കൂറിൽ പോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ ടാർഗറ്റഡ് ബൂത്ത് ക്യാപ്ചറിങ്, അതായത് മൊത്തമുള്ള 88,000 ബൂത്തുകളിൽ 12,000 ബൂത്തുകളിൽ മാത്രം BJPക്ക് വോട്ടുകൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. അവിടെ തന്നെ 10 മണിക്കൂർ വോട്ടെടുപ്പ് നടത്തിയാലും ഇത്രയേറെ വോട്ടുകൾ പോൾ ചെയ്യാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ ഏറ്റവും അവസാനം തെളിവുകൾ നശിപ്പിച്ചു എന്നതിനുള്ള ഉദാഹരണമായിട്ടാണ് ഈ പറയുന്ന കോടതി വിധി ഉണ്ടായിട്ടും CCTV ഫുട്ടേജുകൾ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് റൂൾസ് അമെൻഡ് ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നു, ഒന്ന്, മൊത്തം 9,70,90,752 ലിസ്റ്റഡ് വോട്ടർമാരുള്ള തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിലേത്. ഇതില് 6,40,87,588 വോട്ടർമാർ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവിടുത്തെ വോട്ടിങ്ങിന്റെ ഒരു നിരക്ക് എന്ന് പറഞ്ഞാൽ 58 ലാഖ്. ഞാൻ ശംഖുവിലേക്ക് തിരികെ വരാം.